ഇനി നമ്മൾ കോഴിക്കോടേക്ക് പോകുമ്പോൾ മലബാർ മേഖലയിലും കനത്ത ചൂട് തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ ചൂടുമായി ബന്ധപ്പെട്ട് വൈദ്യുതി പ്രതിസന്ധി അത് കേരളം മുഴുവൻ നേരിടുന്നുണ്ട്. കുടിവെള്ള പ്രശ്നം നേരിടുന്നുണ്ട്. ജലസംഭരണികൾ വറ്റിവരണ്ടു പോകുന്നു എന്നതെല്ലാം പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെ അനീഷ, ഇപ്പോഴിതാ ഈ എറണാകുളത്തെ ഒരു സാഹചര്യം ഇതാണ്. പൊതുവെ വ്യാപാരികൾ പറയുന്നത് കച്ചവടം കുറഞ്ഞു, പകൽ സമയത്ത് ആളുകൾ ഇറങ്ങുന്നില്ല. വൈകുന്നേരങ്ങളിൽ പോലും ഇപ്പോൾ പഴയ സമയവുമായി താരതമ്യം ചെയ്യുമ്പോൾ കച്ചവടം കുറവാണ് എന്നാണ്. എന്താണ് കോഴിക്കോടുള്ള ഒരു സാഹചര്യം? അവിടെ വിപണി പഴയ ഉണർവ് തന്നെ പ്രകടിപ്പിക്കുന്നുണ്ടോ? അഭിലാഷ്, നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ കോഴിക്കോട് പാളയം മാർക്കറ്റാണ്. സാധാരണ പകൽ സമയങ്ങളിലൊക്കെ നൂറുകണക്കിന് ആളുകൾ പ്രതിദിനം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ പക്ഷേ തീരെ ആളില്ലാത്ത ഒരു സാഹചര്യം. പല കടകളും ഏതാണ്ട് ഒഴിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ നീങ്ങുന്നു. കാരണം കനത്ത പകൽ ചൂടാണ്. ആ ചൂടിൽ പുറത്തേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യം. ഈ സൂര്യാഘാതമൊക്കെ ഏൽക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം. ഇത്തരമൊക്കെ ഒരു സാഹചര്യത്തിലാണ് ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ചേട്ടനുണ്ട്, നാരങ്ങ വിൽക്കുന്ന കടയാണ്. പക്ഷെ അദ്ദേഹം മാത്രമാണുള്ളത്. വാങ്ങാൻ ആളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു. അല്ലെ, ഈ ചൂട് കടുക്കും തോറും ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ മടിക്കാൻ തോന്നുന്നു. അപ്പൊ രാവിലെ മുതൽ നിങ്ങൾ ഇവിടെ ഇരിക്കണം. ഇടയ്ക്കും തിരക്കും വരും. പിന്നെ കച്ചവടം കുറവാ. തീരെ കുറവാണ്. ചൂടായതിനെ കൊണ്ട് ആള് വരുന്നില്ല. വൈകുന്നേരത്തിന്റെ ശേഷം ആള് വരും. ഈ ചൂടിന് പറ്റിയ സാധനമാണ്. പിന്നെ കച്ചവടക്കാർ വാങ്ങും രാവിലെ വന്നിട്ട്. അല്ലെ, ചൂടിന് ഏറ്റവും കൂടുതൽ ചെലവാകുന്ന സാധനങ്ങളിലൊന്നും നാരങ്ങയാണ്. പക്ഷെ നാരങ്ങ വില എങ്ങനെയുണ്ട്? വില 160, 200 വില ഉണ്ട്. നേരത്തെ സാധാരണ സമയത്തൊക്കെ എത്രയായിരുന്നു? അന്ന് 250, 200 ഉണ്ടായിന്. 200 വരെയൊക്കെ എത്തിയ. പിന്നെ ആദ്യം വില കുറവായിന്. ഇപ്പൊ ചൂടായതിനു ശേഷം വില കൂടിയതാ. ഇപ്പൊ എല്ലാ ചൂട് കാലത്തും നാരങ്ങയ്ക്ക് നല്ല വിലയായിരിക്കും. വിറ്റ് പോകുന്നുണ്ടോ? വിറ്റ് പോകുന്നുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിലൊരു സാഹചര്യം? എങ്ങനെയുണ്ട് ചൂട്? രാത്രിയായ കറണ്ടില്ല. ചൂടില് ഉറങ്ങാനൊക്കെ പ്രയാസം. അങ്ങനെ ഉറങ്ങും, കുറച്ചു നേരം ഉറങ്ങും, പിന്നെ നെറ്റും, പിന്നെ എണീക്കും. പിന്നെ ഉറക്കം കുറവാ. പുലർച്ചെ ആകുമെന്ന് ഉറങ്ങാൻ? പുലർച്ചയാവും. രാവിലെ ഇങ്ങോട്ട് പോരും. അതാണ് മൊത്തത്തിൽ ഗതികെട്ട സമയം. ഇതാണ് ഈ ആളുകളുടെ ഒരു ജീവിത പ്രശ്നം. ഈ എല്ലാവരുടെയും ജീവിതം ഏതാണ്ട് ഒരുപോലെയാണ് എന്നാണ്. രാത്രി ഈ കടുത്ത ചൂട് കാരണം ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നീങ്ങും. അതൊക്കെ മറികടന്ന് ജോലിക്ക് എത്തിയാൽ ഇവിടെ കച്ചവടത്തിന് ആളുകൾ വളരെ കുറവാണ്. ചൂട് എല്ലാം കൂടിയാണ്. പൊതുവേ കച്ചവടം ഇല്ല. നമുക്ക് യുദ്ധത്തിന് നമുക്ക് ബാധിച്ചിട്ടുണ്ട്. ഇവിടെ കച്ചവടം കുറവ്. മാമ്പഴ കച്ചവടം എങ്ങനെയുണ്ട്? മാമ്പഴല്ലേ, ഞങ്ങളടുത്ത് പച്ചമാങ്ങയുള്ളൂ. ആള് വരുന്നുണ്ടോ? അതോ ആള് മെല്ലെ മെല്ലെ അങ്ങനെ വന്ന് ഒറ്റപ്പെട്ട ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. വീട്ടിൽ കഴിയുന്ന അവസ്ഥയായിരിക്കും ഇത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കഷ്ടമല്ലേ? രാത്രിയാകുമ്പോൾ കറണ്ട് പോവും, ഭയങ്കര ചൂട്, തുറന്നിട്ട പാമ്പ്. അതെ, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. സമയമാണ്. അതെ, ബുദ്ധിമുട്ടുള്ള സമയം തന്നെയാണ്. അതാണ് ഈ നാരങ്ങയൊക്കെ കച്ചവടം ചെയ്യാൻ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ഈ വാങ്ങാനുള്ള ആളുകൾ എത്തുന്നില്ല എന്നതാണ് അവർ പറയുന്നത്. കാരണം രാവിലെ മുതൽ തന്നെ അവർ ഈ കടകളും തുറന്ന് അല്ലെങ്കിൽ ഈ സ്റ്റാളുകളുമൊക്കെ ഇവിടെ ഇരുന്നാലും ആളുകൾ എത്തുന്നില്ല. കാരണം കടുത്ത ചൂടാണ്. ഇപ്പോൾ നമ്മൾ ഈ സമയത്ത് വന്നപ്പോൾ പോലും ഒരുപാട് ആളുകളെ ഒന്നും ഇവിടെ കാണാനില്ല. സാധാരണഗതിയിൽ ഈ പകൽ സമയങ്ങളിൽ നഗരം സജീവമായിരിക്കുന്ന സമയങ്ങളിലാണ് ആളുകൾ കൂടുതലായി കടകളിലേക്കും അല്ലെങ്കിൽ മറ്റും സാധനങ്ങളൊക്കെ വാങ്ങാനെത്തുന്നത്. അടുത്ത് വേറൊരു നാരങ്ങ കച്ചവടം നടത്തുന്ന ചേട്ടനുണ്ട്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊന്നും മോശമില്ല, അങ്ങനെ പോകുന്നത്. പിന്നെ കുറച്ച് ദിവസമായി ഇപ്പോൾ ലാസ്റ്റ് ഡിമാണ്. കച്ചവടത്തിന് തന്നെ കുറവാണ്. ആൾക്കാരൊന്നും ഇറങ്ങുന്നില്ല. ഭയങ്കര ചൂടല്ലേ. ചൂട് സംബന്ധിച്ച് ഒരു 11 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ആരുമില്ല. പിന്നെ വൈകിട്ട് ആള് പുറത്തിറങ്ങുന്നുള്ളൂ. ഒരു 5-6 മണിയൊക്കെ കഴിയും. കാരണം അതുവരെ പ്രയാസങ്ങളാണ്. ആൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. കാരണം ചൂടുകൊണ്ടാണ്. വില എങ്ങനെയുണ്ട് നാരങ്ങയുടെ? വില എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അത് ഹോൾസെയിൽ റേറ്റ് 160, 170 ഹോൾസെയിൽ റേറ്റ്. പുറത്തെ കടകളിലൊക്കെ എത്ര വരെ പോകും? റിട്ടേല് ഒരു 180, 200 വരെ പോകും. നേരത്തെ ഒക്കെ ഇതിൽ കുറവായിരുന്നു. നേരത്തെ റംസാനിന് കുറവായിരുന്നു. റംസാൻ കഴിഞ്ഞതിന്റെ ശേഷമാണ് കൂടിയത്. റംസാൻ കഴിഞ്ഞതിന്റെ ശേഷമാണ് പിന്നെ വില കൂടിയത്. റംസാനിലൊക്കെ 120, 140 കൊള്ളായിരുന്നു. ഒരു മാമ്പഴം വിൽക്കുന്ന ചേട്ടനുണ്ട്, ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട്? പഴങ്ങൾക്കൊക്കെ സാധാരണ നല്ല ഡിമാൻഡാണ്. മാങ്ങയല്ലേ, മാങ്ങ ചൂടല്ലേ. പൊതുവെ ഫ്രൂട്ട്സിന്റെ ഈ മാങ്ങയ്ക്കൊക്കെ കച്ചവടം കുറവാണ്. മാങ്ങ കച്ചവടം കുറവാണ്. മാങ്ങ കച്ചവടം കുറവാണ്. ചൂടല്ലേ, മാങ്ങ പൊതുവെ ചൂടാണല്ലോ.
പിന്നെ തണ്ണിമത്തന് അതിനൊക്കെയാണ് കൂടുതൽ ചെലവ്. ഈ ചൂടും കൂടെ ആകുമ്പോൾ ശരിയാവും. ചൂടിയാവൂല. എങ്ങനെയുണ്ട് വീട്ടിൽ ചെന്നാലത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? ഇത് ഭയങ്കര ചൂടില്ലായിരിക്കും. അതിനിടയ്ക്ക് പവർ കട്ട് ഇപ്പോൾ തുടങ്ങി രാത്രി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. ഈ പാമ്പുള്ളതുകൊണ്ട് ജനലും തുറന്നിടാൻ പറ്റില്ല. അതൊന്നും തുറന്നിടാൻ പറ്റില്ല. നമുക്ക് എന്തായാലും ഈ മാമ്പഴത്തിന് വലിയ ഡിമാൻഡ് ഇല്ലാത്തൊരു സമയമാണ്. ചില പഴക്കടകൾ കൂടെ നമുക്ക് നോക്കാം. അവിടെയൊക്കെയാണ് പിന്നെയും കച്ചവടം നടക്കാൻ സാധ്യതയുള്ളത്. കാരണം ഈ ചൂട് സമയത്ത് പലരും ഈ ജ്യൂസ് അടിച്ചുമൊക്കെ ആണ് കഴിക്കുന്നത്. നാരങ്ങയ്ക്ക് വില കൂടിയെന്ന് നിലവിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അത്തരമൊരു പഴക്കടയുണ്ട്. അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? ഇന്ന് ഹർത്താലാന്ന് പറഞ്ഞതിനെ കൂടെ കുറച്ച് ആൾ കുറവാണ്. ഈ പിന്നെ ചൂട് കാരണം പകൽ ആളുകൾ വരാൻ കാരണം പകല് ഒരു 10 മണിക്ക് ശേഷം ഒരു 4 മണി വരെ നല്ല ആള് കുറവാണ്. ഈ പഴങ്ങളുടെ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു ചൂട് പ്രമാണിച്ച്? പഴവർഗ്ഗങ്ങൾ നല്ല കച്ചവടമുണ്ട്. പക്ഷേ ചൂട് കാരണം ആള് പുറത്തിറക്കുന്നില്ല. അതാണ് പ്രധാന പ്രശ്നം ഇപ്പോൾ. ആ പ്രശ്നം ഇത് തുടർച്ചയായി എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ? അല്ല, ഇപ്പോ ഒരു മാസമായി ഇപ്പൊ അങ്ങനെ വളരെ ഇതായി കച്ചവടം മോശമായി. വൈകുന്നേരം ഇതിനോട് ചേർത്ത് വരുവാണ്. അത് ആള് വരും. ഒരു 6 മണിക്ക് ശേഷം ആള് ഇറങ്ങുന്നുണ്ട്. അതാണ് പ്രശ്നം. ഈ പലപ്പോഴും ഭക്ഷണം കഴിക്കാൻ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. ഈ ഫ്രൂട്ട്സും ജ്യൂസും ഒക്കെയാണ് പലപ്പോഴും ആളുകൾ കഴിക്കുന്നത്. പക്ഷേ അതിനും പകൽ സമയങ്ങളിൽ കടകളിൽ ആളില്ല. പലരും രാവിലെ എത്തിയാൽ ഒരു 6 മണി ഒരു 5 മണിക്ക് ശേഷം മാത്രമാണ് ഇവിടേക്ക് ആളുകൾ എത്തുന്നത്. എന്തായാലും ചൂട് ഈ മലബാറിലെയും ജനജീവിതത്തെ അങ്ങേയറ്റം സാരമായി തന്നെ ബാധിക്കുന്നു എന്നാണ് നമുക്ക് ഈ കച്ചവടക്കാരുടെയും മറ്റും പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അഭിലാഷ്. യെസ്, കോഴിക്കോട് നിന്നുള്ള സാഹചര്യം ഇതാണ്. ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കച്ചവടം അവിടെയും വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് 11 മണിക്ക് ശേഷം വ്യാപാര മേഖലയിൽ ഒരു ഉണർവും പ്രകടമാകുന്നില്ല. മാർക്കറ്റുകളിലേക്ക് ആളുകൾ എത്തുന്നില്ല എന്നതാണ് വലിയ പ്രതിസന്ധിയായി പറയുന്നത്. നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹോട്ടൽ വ്യവസായം അടക്കം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. പല വ്യാപാര കേന്ദ്രങ്ങളും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമാണ്. ഉൽപ്പാദന മേഖലകളിൽ ഒക്കെ ഈ ഊർജത്തിൻ്റെ ലഭ്യതക്കുറവ് അല്ലെങ്കിൽ ഊർജ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എണ്ണയാകട്ടെ അതിൻ്റെയൊക്കെ ലഭ്യതക്കുറവ് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതെല്ലാം നേരിട്ട് ബാധിക്കുന്നത് വ്യാപാരികളെയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ വ്യാപാര മേഖല പൊതുവിൽ ഇപ്പോൾ ഒരു തളർച്ചയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അതോടൊപ്പം തന്നെയാണ് കനത്ത ചൂട് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വ്യാപാരികൾ പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.